السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. اللهم صل على رسولك وحبيبك سيدنا ومولانا محمد. بسم الله الرحمن الرحيم. قل يا أيها الناس إني رسول الله إليكم جميعا الذي له ملك السماوات والأرض لا إله إلا هو يحيي ويميت فآمنوا بالله ورسوله النبي الأمي الذي يؤمن بالله وكلماته واتبعوه لعلكم تهتدون. صدق الله العلي العظيم. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടും അതുപോലെ തന്നെ വഫാത്ത് ദിനം കൊണ്ടും ഓർമ്മിക്കപ്പെടുന്ന ഒരു ദിനമാണ് റബീഉൽ അവ്വൽ 12. വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ വിശേഷങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിന് നൽകിയ സന്ദേശങ്ങളൊക്കെ ഖുർആനിന്റെ ഭാഷയിൽ നമുക്ക് പലയിടങ്ങളിലായിട്ട് കാണാൻ സാധിക്കും. അതിൽ ഒരു സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഉമ്മി എന്നാണ്. ഉമ്മി എന്ന് പറഞ്ഞാൽ നിരക്ഷരനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എഴുത്തും വായനയും പഠിച്ചിട്ടില്ലാത്ത നബി, എഴുത്തും വായനയും ശ്രമകരമായ ഒരു പ്രവർത്തനത്തിലൂടെ മാത്രം ഒരാൾക്ക് സ്വായത്തമാകുന്ന ഒരു കാര്യമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ അത് ശ്രമകരമായ രൂപത്തിൽ നേടിയെടുത്തിട്ടില്ല. എന്നാലോ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എഴുത്തറിയാം, നിബിതങ്ങൾക്ക് വായന അറിയാം. അതുകൊണ്ട് തന്നെ ഉമ്മി എന്ന പ്രയോഗം ഖുർആനിൽ നാം കാണുമ്പോൾ അത് അത്ഭുതം നിറഞ്ഞ ഒരു സവിശേഷതയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത്ഭുതമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ നിലയിൽ എഴുത്തും വായനയും പഠിച്ചിട്ടില്ലാത്ത, എന്നാൽ അതേക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള ഒരാൾ, അത് നുബുവത്ത് കിട്ടി അല്പനാളുകൾ കഴിഞ്ഞ് വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം അയൽപക്കത്തുള്ള മുഴുവൻ നേതാക്കളിലേക്കും, രാഷ്ട്ര നേതാക്കളിലേക്കും, ഭരണാധിപരിലേക്കും മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം കൈപ്പിടിയിൽ എഴുതിയിട്ട് അയച്ചു എന്നുള്ളത് ചരിത്രത്തിൽ കാണാം. മഹാനായ ബുഖാരി റളിയല്ലാഹു അൻഹും മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഹദീസിലും കാണാം. കിസ്ര കൈസർ ചക്രവർത്തിമാർക്കടക്കം മിൻ മുഹമ്മദ് റസൂലില്ലാ, അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദിൽ നിന്നുള്ള എഴുത്ത് എന്ന് എഴുതിയിട്ട് സ്വഹാബാക്കളുടെ കരങ്ങളിൽ കൊടുത്തുവിട്ട സംഭവങ്ങൾ നമ്മൾ കേട്ടതാണ്, നമ്മൾ അറിഞ്ഞതാണ്.
അവിടെയാണ് ഉമ്മി പിന്നീട് എങ്ങനെയാണ് നിബിതങ്ങളാവുക എന്ന ചോദ്യം വരുന്നത്. അവിടെ അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഒരു അത്ഭുത പ്രതിഭാസമാണ്. എവിടെ നിന്ന് കിട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എഴുത്തെന്ന അറിവ്? എവിടെ നിന്ന് കിട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ വായന എന്നുള്ള അറിവ് എവിടെ നിന്ന് കിട്ടി? അതുപോലെ തന്നെ വിവിധ ചരിത്രങ്ങളെക്കുറിച്ച് നിബിതങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിബിതങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മറ്റാരും പറയാത്ത ചരിത്ര സംഭവങ്ങൾ, നൂഹ് നബിയുടെ ചരിത്രം, ഇബ്രാഹിം നബിയുടെ ചരിത്രം, സ്വാലിഹ് നബിയുടെ ചരിത്രം, ആനക്കലഹ സംഭവം, അബ്രഹത്തിന്റെ ചരിത്രം എന്ന് വേണ്ട അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രമടക്കം പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വായന അറിയാത്ത, എഴുത്തറിയാത്ത പ്രവാചകൻ എങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു അത്ഭുതമാണ് എന്ന് പറയാനുള്ള കാരണം. അവിടെയാണ് ഉമ്മി എന്ന പ്രയോഗം. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം തന്നെ, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാൻ നിങ്ങളിലേക്ക് മുഴുവൻ ആളുകളിലേക്ക് നിയോഗിക്കപ്പെട്ടവനാണ്. മുസ്ലിമിലേക്ക് മാത്രമല്ല, അറേബ്യയിലേക്ക് മാത്രമല്ല, അറബി സംസാരിക്കുന്നവരിലേക്ക് മാത്രമല്ല, ഈ ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ടവനാണ് ഞാൻ. അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, എന്നെ അയച്ചത് ഈ ആകാശഭൂമികളെ നിയന്ത്രിക്കുന്ന, ഈ ആകാശഭൂമികളുടെ രാജാവായ അല്ലാഹുവാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവ യുഹ്യി വ യുമീത്, അവൻ മാത്രമാണ് ആരാധനക്കർഹൻ. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ മരണമേ ഇല്ലാത്തവനാണ്. അതുകൊണ്ട് ഫആമിനൂ ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ വിശ്വസിക്കണം, വറസൂലിഹി, റസൂലിനെ വിശ്വസിക്കണം, അന്നബിയിൽ ഉമ്മി, ഉമ്മിയായ നബിയെ വിശ്വസിക്കണം, എഴുത്തും വായനയും അറിയാത്ത നബിയെ വിശ്വസിക്കണം. അല്ലദീ യുഅ്മിനു ബില്ലാഹ്, ആ നബിയാകട്ടെ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്, വകലിമാതിഹി, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലും വിശ്വസിച്ചിട്ടുണ്ട്, വത്തബിഊ, ആ നബിയെ നിങ്ങൾ പിൻപറ്റണം, ലഅല്ലകും തഹ്തദൂൻ, അവിടെയാണ് സന്മാർഗം. ആണിനോട് പെണ്ണിനോട് മുഴുവൻ മനുഷ്യരോടും അല്ലാഹു തആല പറയുകയാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. പ്രവാചകൻ അധ്യാപനം ചെയ്ത പ്രവാചകന്റെ ദർശനങ്ങൾ, പ്രവാചകന്റെ കാഴ്ചപ്പാടുകൾ, പ്രവാചകൻ പഠിപ്പിച്ച പാഠങ്ങൾ മുഴുവൻ സമൂഹത്തിനും പാഠമാണ്. മുഴുവൻ സമൂഹവും ഈ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുധാവനം ചെയ്യണം, സ്വീകരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ പ്രവാചകൻ അള്ളാഹുവിന്റെ ദൂതനാണ്. ആ ദൂത് ഒരു സുപ്രഭാതത്തിലാണ്, പെട്ടെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ദൂത് എത്തുന്നത്. ആ ദൂതിനെ കുറിച്ചാണ് നമ്മൾ വഹ്യി എന്ന് പറയുക. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, 40 വയസ്സ് വരെ സാധാരണ മനുഷ്യനായി ജനങ്ങൾക്കിടയിൽ ജീവിച്ച ഒരാളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സുപ്രഭാതത്തിലാണ്, അല്ലെങ്കിൽ ഒരു രാവിലാണ്, ഒരു രാത്രിയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മാറി മറയുന്നത്. അതിനെക്കുറിച്ച് ഹദീസിൽ കാണാൻ സാധിക്കും. 40-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജബൽ-നൂർ പർവ്വതത്തിലേക്ക് പോയൊരു രംഗമുണ്ട്. അവിടെ പലപ്പോഴും എന്തിനു വേണ്ടിയാണ് പ്രവാചകൻ ജബൽ-നൂർ പർവ്വതത്തിലേക്ക് പോയത്? 40 വയസ്സ് വരെ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യന് പ്രത്യേകിച്ച് നുബുവത്തോ ഒന്നുമില്ല. സാധാരണക്കാരനായ ആ സമൂഹത്തിനിടയിൽ ജീവിക്കുന്ന ഒരാളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 40 വയസ്സിൽ അദ്ദേഹത്തിന് തോന്നുകയാണ്, ഈ സമൂഹത്തിന്റെ അബദ്ധസഞ്ചാരം ആലോചിച്ചുകൊണ്ട്, ഈ സമൂഹത്തിന്റെ മോശമായ ജീവിത സാഹചര്യം ചിന്തിച്ചുകൊണ്ട്, ഈ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെടുന്ന വിഭാഗങ്ങളുടെ അവസ്ഥ ആലോചിച്ചുകൊണ്ട്, കുഴിച്ചു മൂടപ്പെടുന്ന സ്ത്രീ വിഭാഗത്തിന്റെ ദുരന്തങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതിനൊക്കെ ഒരു പരിഹാരം വേണമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മാറ്റത്തിന് വേണ്ടി, കുടുംബത്തിന്റെ മാറ്റത്തിന് വേണ്ടി ആലോചിക്കുകയാണ് ഒരു വ്യക്തി. നമ്മൾ ആലോചിക്കണം, ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്തില്ല.
എന്നെപ്പോലെ നിങ്ങളെപ്പോലെ സാധാരണയിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക്, ചിന്തയിലേക്ക് ഇങ്ങനെ ഒരു ആലോചന വരികയാണ്. ഈ സമൂഹത്തിന് മാറ്റണം. വെറുത്തു, മടുത്തു, ഇങ്ങനെയല്ല ജീവിതം, മനുഷ്യന്റെ ജീവിതം ഇങ്ങനെയല്ല ഉണ്ടാകേണ്ടത് എന്ന ചിന്തയിൽ നിന്ന്, ഈ സമൂഹത്തിൽ നിന്ന് മാറി കുറച്ച് ഞാൻ താമസിക്കട്ടെ എന്ന ആലോചനയിൽ നിന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജബൽ നൂർ പർവ്വതത്തിലേക്ക് പോകുന്നത്. അതൊരു വഴിത്തിരിവായിരുന്നു. ജബൽ നൂർ പർവ്വതത്തിലെ ഹിറാ ഗുഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആലോചിച്ചുകൊണ്ട്, ആ കാലഘട്ടത്തിൽ ദൈവവിശ്വാസമുണ്ട്, ഇലാഹിയത്തുണ്ട്, അള്ളാഹുവിന്റെ വിശ്വാസമുണ്ട്. പക്ഷെ മുഴുവൻ മനുഷ്യന്മാരും ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് ലാത്തയെയും ഉസ്സയെയും മനാത്തയുമാണ്. ബഹുദൈവാരാധന കൊണ്ട് സമ്പന്നമായ ഒരു പ്രദേശം, ബഹുദൈവാരാധന ബിസിനസ്സാക്കി മാറ്റിയ ഒരു സമൂഹം, ബഹുദൈവാരാധന മനസ്സിന്റെയും ഹൃദയത്തിന്റെയും ആഴങ്ങളിലേക്ക് ഇറങ്ങി അതിൽ മൂടിറച്ചു പോയൊരു സമൂഹം. ആ സമൂഹത്തിൽ നിന്ന് ഒറ്റയാനായി, ഒറ്റ പോരാളിയായി, ഒറ്റ ചിന്താഗതിയായി മഹാനായ മുഹമ്മദ് മുസ്തഫ നബുവത്തിന്റെ മുമ്പ് ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കണം എന്ന ചിന്തയിൽ, ആ ചിന്തയിൽ നിന്നാണ് ഹിറാ ഗുഹയിലേക്ക് പോകുന്നത്. അവിടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞുകൂടുന്ന സന്ദർഭത്തിലാണ് ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഒരു സന്ദേശം വരുന്നത്, ആ ഒരു വാക്ക്, ഈ ഒരു പ്രഖ്യാപനം, ഈ ഒരു വാക്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഒരു ബോധോദയമായി, ഒരു വഹിയായി സന്നിവേശിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതുമുതലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്നത്, അതുമുതലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്നത്. ഈ വാക്ക് ഉച്ചരിക്കാൻ കഴിയുന്നില്ല. കാരണം അർ-റസൂലുൻ നബി, വായന അറിയാത്ത ആളാണ്, എഴുത്തറിയാത്ത ആളാണ്. അവിടെയാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പഠിപ്പിക്കുന്നത്. ഈ ഒരു സന്ദേശം ആവാഹിക്കപ്പെട്ട പ്രവാചകന് വിഭ്രാന്തി ഉണ്ടാവുകയാണ്, എന്തെന്നില്ലാത്ത ഭയപ്പാടുണ്ടാവുകയാണ്, ശരീരമാസകലം വിയർക്കുകയാണ്, വിറക്കുകയാണ്. അങ്ങനെ വിറക്കുന്ന ശരീരവുമായി മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ ഖദീജ റളിയല്ലാഹു അൻഹയാണ് ഭാര്യ. നമ്മൾ ആലോചിക്കേണ്ടത്, വിശുദ്ധ ഇസ്ലാമിന്റെ പ്രഥമ വഹിയിൽ പ്രവാചകന് ശക്തിയായി മാറിയത്, പ്രചോദനമായി മാറിയത്, പിൻബലമായി മാറിയത് ഒരു സ്ത്രീ രക്തമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഒരിക്കലും മറന്നുപോകാൻ പാടില്ല. പലപ്പോഴും സ്ത്രീകളോടുള്ള ഒരു അവജ്ഞയും ഒരു അവഗണനയും ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉണ്ടോ എന്ന് പലപ്പോഴും നാം സംശയിച്ചു പോവാറുണ്ട്. പക്ഷെ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനത്തിന്റെ തുടക്കത്തിൽ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താങ്ങായി മാറിയത്, ആശ്വാസമായി മാറിയത്, പിന്തുണയായി മാറിയത്, ശക്തമായ പിന്തുണ നൽകിയത് ഖദീജ റളിയല്ലാഹു അൻഹയായിരുന്നു. ബേജാറായി സമ്മിലൂനി എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വീട്ടിലേക്ക് വന്നപ്പോ എന്നെ പുതപ്പിട്ട് മൂടൂ എന്നാണ് പറഞ്ഞത്, വിറച്ചിട്ട്. ആ സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞ വാക്കുണ്ട്, ബുഖാരിയിൽ കാണാൻ സാധിക്കും. കല്ലാ, താങ്കൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, അബ്ശിർ, തങ്ങൾ സന്തോഷവാനായിരിക്കുക. ഫവല്ലാഹി, തീർച്ചയായും അല്ലാഹുവാണ് സത്യം. ലാ യുഖ്സികല്ലാഹു അബദാ, അല്ലാഹു നിങ്ങളെ പ്രയാസപ്പെടുത്തൂല, അല്ലാഹു നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കൂല, നിങ്ങളെ അല്ലാഹു തആല ദുഃഖിപ്പിക്കുകയുമില്ല. എന്തുകൊണ്ടെന്നാൽ ഫവല്ലാഹി ഇന്നക ലതസിലുർ റഹിമാ, മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ആ പൂർവ്വകാലത്ത് നുബുവത്തിന്റെ സന്ദേശം കിട്ടുന്നതിന് മുമ്പ് ആരായിരുന്നു എന്നതിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടലാണ്. 6 ഗുണങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. നിങ്ങളെ പടച്ചവൻ പ്രയാസപ്പെടുത്തൂല എന്ന് പറയാൻ കാരണം താങ്കൾ കുടുംബ ബന്ധം പുലർത്തുന്നവനാണ്. വതസ്തുഖുൽ ഹദീദ്, താങ്കൾ സത്യം പറയുന്നവനാണ്. വതഹ്മിലുൽ കല്ലാ, താങ്കൾ മനുഷ്യരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നവനാണ്.
വതക്സിബുൽ മഅദൂം, ആവശ്യക്കാർക്ക് ആവശ്യം വകവെച്ച് കൊടുക്കുന്നവനാണ്. വതഖരിൽ ലഈഫ്, ദുർബലരായ ആളുകൾക്ക് പിന്തുണ കൊടുക്കുന്നവരാണ്. വതുഈനു അലാ നവാഇബിൽ ഹഖ്, സത്യത്തിന്റെ കൂടെ എപ്പോഴും നിൽക്കുന്നവരാണ്. നുബുവത്തിന് മുമ്പ് തന്നെ മഹാനായ മുഹമ്മദ് എന്ന മഹാവ്യക്തിയിൽ സന്നിവേശിപ്പിക്കപ്പെട്ട അന്തർലീനമായ ഗുണങ്ങളാണിത്. ഇങ്ങനെ ഗുണങ്ങളാൽ സമ്പന്നമായ അങ്ങയെ ഒരിക്കലും അല്ലാഹു തആല പ്രയാസപ്പെടുത്തുകയില്ല, താങ്കൾ ദുഃഖിക്കേണ്ടതില്ല എന്ന ശക്തമായ പിന്തുണ കൊടുക്കുകയാണ് ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്തിന്റെ ആദ്യ വെളിച്ചം കിട്ടുന്നത്. അവിടെയാണ് ഉമ്മിയായ പ്രവാചകൻ എന്ന് പറയുന്നത്, ഒന്നുമല്ലാതിരുന്ന ഒരാൾ. പിന്നീട് പറയുന്നത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം. അറബികളിലെ പ്രമുഖരായ ജനങ്ങളോ അറബി ഭാഷയിലെ പണ്ഡിതന്മാരോ സാഹിത്യകാരന്മാരോ കവികളോ ആരും കേൾക്കാത്ത ഭാഷ, അത്ഭുതകരമായ ഭാഷ, അത്ഭുതകരമായ ആശയം. അതിൽ പേനയെ കുറിച്ച് പറയുന്നുണ്ട്, കലമിനെ കുറിച്ച് പറയുന്നുണ്ട്. പേന എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെയും അറിവിന്റെയും ആദ്യ പടി. ആ പേനയെ കുറിച്ച് അല്ലമൽ ഇൻസാന മാ ലം യഅലം ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യനെ സൃഷ്ടിച്ചത് ഭ്രൂണത്തിൽ നിന്നാണ്. എന്താണ് ഭ്രൂണം? ഏത് കാലഘട്ടത്തിലാണ് പ്രവാചകൻ ഇത് പറയുന്നത്? ടെക്നോളജി അഡ്വാൻസ്ഡ് എന്ന് മാത്രമല്ല, ടെക്നോളജി എന്നൊരു സാധനം അവിടെ ഇല്ല. ഇന്നത്തെ സാറ്റലൈറ്റോ അല്ലെങ്കിൽ ടെലസ്കോപ്പോ ഇല്ലാത്ത ഒരു കാലം, ഫിസിക്സോ ആസ്ട്രോഫിസിക്സോ ബയോളജിയോ ഒന്നുമില്ലാത്ത ഒരു കാലം. മനുഷ്യ സമൂഹം സയന്റിഫിക്കലി എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട റിയൽ ആണ് എന്ന് തെളിയിക്കപ്പെട്ട വസ്തുതയാണ് എന്ന് ശാസ്ത്രം തെളിയിച്ച കാര്യം 14 നൂറ്റാണ്ട് മുമ്പ് ഉമ്മിയായ എഴുത്തും വായനയും പഠിച്ചിട്ടില്ലാത്ത ആ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പരം സത്യം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അതാണ് ഉമ്മി എന്ന പ്രയോഗത്തിന്റെ പൊരുള്. ഉമ്മി അള്ളാഹുവിന്റെ ദൂതനാണ്. അതുകൊണ്ട് മനുഷ്യരെ, നിങ്ങൾ മുഴുവനും ഈ പ്രവാചകനിൽ വിശ്വസിക്കണമെന്ന ആഹ്വാനമാണ് വിശുദ്ധമായ ഖുർആൻ നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ സത്യത്തിന്റെ കൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ സത്യത്തിന്റെ ദീനുൽ ഇസ്ലാമിന്റെ ദീനുൽ ഹക്കിന്റെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്, മുഴുവൻ സമൂഹത്തിനും കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് സൗജന്യമായിട്ട് നൽകിയ ആ ഇസ്ലാമിനെ നാം മുറുകെ പിടിക്കേണ്ടതുണ്ട്. ജന്മനാൽ നാമൊക്കെ മുസ്ലിമീങ്ങളാണ്. പക്ഷെ ഇസ്ലാമിന്റെ വീര്യത്തെക്കുറിച്ച്, ഇസ്ലാമിന്റെ മൂല്യത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ബോധവാന്മാരല്ല. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതുല്യമായ വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല. ആ പ്രവാചകനോട് നമ്മുടെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട ഈമാനിനെ കുറിച്ച് നാം ബോധവാന്മാരല്ല എങ്കിൽ അത് തിരുത്തുകയും പ്രിയപ്പെട്ട പ്രവാചകനോട് കൂടുതൽ അടുക്കുകയും ആ സ്നേഹം വർദ്ധിക്കുകയും ആ പ്രവാചകന്റെ ചര്യ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാനുള്ള ഒരു പ്രതിജ്ഞയാകണം, ഒരു തീരുമാനമാകണം പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ ദിനത്തിൽ നാം എടുക്കേണ്ടത്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി പോയ ഈ അനുസ്മരണത്തിന്റെ ഈ റബീഉൽ അവൽ 12 ഈ ദിനത്തിൽ അങ്ങനെയുള്ള ഒരു തീരുമാനമാണ് നാം എടുക്കേണ്ടത്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ കൂടുതലായി വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ആ പ്രിയപ്പെട്ട പ്രവാചകന്റെ കൂടെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടുന്ന നല്ല വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.